സന്യാസാശ്രമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സന്യാസിവര്യന്മാരെല്ലാവരും വളരെ കുറച്ച് അപവാദങ്ങൾ, എക്സെപ്ഷൻസ് ഉണ്ടാവാം. പക്ഷെ പൊതുവെ കേരളത്തിലുള്ള സന്യാസിവര്യന്മാരൊക്കെ സമാജത്തിൻ്റെ ഉദ്ധരണത്തിന് വേണ്ടി താല്പര്യമുള്ളവരാണ്, യഥാശക്തി പ്രയത്നിക്കുന്നവരാണ് എന്നാണ് സ്വാമിജി പറഞ്ഞു വെച്ചത്. നമുക്ക് വീണ്ടും ചന്ദ്രശേഖർ ശർമ്മയിലേക്ക് പോകാം. അദ്ദേഹം പറഞ്ഞു നിർത്തി അവിടെ നിന്നാണ് ഞാൻ വീണ്ടും തുടങ്ങുന്നത്. അദ്ദേഹം ഒരു ഭാഗവത ഗുരുകുലത്തിൽ അധ്യയനം ചെയ്തു വന്ന രീതിയെക്കുറിച്ച് പറയുണ്ടായി. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഈ ഒരു പുതിയ തലമുറയെ നമുക്ക് ആ രീതിയിൽ പഠിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു ഭാഗവത ഗുരുകുലം ആരംഭിക്കാൻ സാധിക്കുമോ? താങ്കൾ തന്നെ അതിന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ പിന്തുണയ്ക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ധാരാളം പേര് മുന്നോട്ട് വരും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ശ്ലോകം, ഓരോ ശ്ലോകങ്ങളും ഓരോ പദങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തലമുറ ഇപ്പോൾ ഒരാശ്വാസം ഇല്ലാതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗവത ആചാര്യന്മാരിലും ഭാഗവത ശ്ലോകങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി തത്വപ്രവചനം അന്വർത്ഥമാക്കുന്ന കുറച്ച് ചെറുപ്പക്കാരിപ്പോൾ വന്നിട്ടുണ്ട്. ഭാഗവത രംഗത്ത് കുറച്ച് ചെറുപ്പക്കാർ ഉണ്ട്. സാമാന്യം അതിലെ വേദാന്ത തത്വങ്ങളൊക്കെ എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് പേരുണ്ട്, വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്, എന്നാലും ഉണ്ട്. പക്ഷെ നമുക്കത് പോരാ. ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ ആ കൃഷ്ണപ്രേമി മഹാരാജൻ്റെ ആ പരമ്പര അതിവിടെ അനുവർത്തിക്കാൻ, ഭാഗവതം മുഴുവൻ ഹൃദിസ്ഥമാക്കുന്ന, ആദ്യം സ്തുതികളും ആ രീതിയിൽ ഹൃദിസ്ഥമാക്കുന്ന, ശ്രീധരീയം വ്യാഖ്യാനിച്ച് പഠിക്കുന്ന ഒരു ഭാഗവത ഗുരുകുലം, അതിനെക്കുറിച്ചൊന്ന് താങ്കളുടെ അഭിപ്രായം. എല്ലാ ആചാര്യന്മാരും ഇപ്പം മിക്കവാറും യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് തോന്നണു. അങ്ങനെ നടത്തുമ്പോൾ തന്നെ അവരവർക്ക് എന്തായാലും ഓരോരോ ആചാര്യന്മാർക്ക് ഒരു ശ്രോതാക്കൾ, ഒരു ഫാൻസും ഉണ്ടാവും. അതും തുടരാം. പിന്നെ എല്ലാ ആചാര്യന്മാരും ഇതുപോലെ ഒരിടത്തിൽ ഒന്നിച്ച് ചേർന്നിട്ട് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ മാസത്തിൽ ഒരു ആചാര്യന്മാർ വന്ന് അങ്ങനെ ഏതായത് ഒരു പാഠശാല പോലെ തുടങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. ചെറുപ്പക്കാർ കൂടുതൽ വരില്ലേ. കാരണം അവർ ഏത് വിദ്യാഭ്യാസം പഠിച്ചാലാണോ ശമ്പളം കൂടുതൽ കിട്ടുന്നുവോ അവിടേക്കേ പോകുള്ളൂ, IT അങ്ങനെയൊക്കെ പോകുള്ളൂ. അപ്പോൾ ഇത് പഠിച്ചിട്ട് ഇതിലെയും അത്യാവശ്യം ഭഗവന്മതിഹി അനപേക്ഷ ഇവിടെ പറയുന്നുണ്ട്. ആചാര്യന്മാരുടെ ലക്ഷണമൊക്കെ വക്താകാര്യോ അതിനിസ്പൃഹ. നിസ്പൃഹൻ പറയാമായിരുന്നു, ഇത് അതിനിസ്പൃഹ പറയുന്നത് എനിക്ക് വളരെ കഷ്ടമായി. സാധാരണ സന്യാസിമാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. പക്ഷേ എൻ്റെ ഗുരുനാഥൻ അങ്ങനെ ചെയ്തിരുന്നു. സംഭാവന മേടിക്കാറില്ല, പിന്നെ ട്രാവൽക്ക് ഉള്ള പൈസവും മേടിക്കാറില്ല. ഏത് സ്ഥലത്തിൽ നിന്നും ഏത് സ്ഥലത്തിൽ പോകണ്ടോ അതിൻ്റെ ടിക്കറ്റ് മാത്രമേ മേടിക്കുള്ളൂ, പൈസ കൈ തൊടാറില്ല. അങ്ങനെ എൻ്റെ ഗുരുനാഥൻ സപ്താഹമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് ഈ കാലത്ത് പറ്റില്ല. എന്തായാലും സപ്താഹം ചെയ്യുന്നവർക്കും അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും, അതും ഒരു പ്രധാന വിഷയമാണ്. പിന്നെ ഇപ്പോൾ എന്തായാലും കൊറോണ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടി ചില ആചാര്യന്മാർക്ക് അമ്പലത്തിൽ തന്നെ കയറി പൂജാരിയായി പോയി, ആചാര്യത്വം വിടേണ്ടി വന്നു. എനിക്ക് പറയുന്നത് അവനോട് ദേവന് അതോ തോന്നണോ, അദ്ദേഹം അമ്പലത്തിൽ സപ്താഹത്തിന് വരുമ്പോൾ ചോദിച്ചാൽ അമ്പലത്തിൽ ശാന്തിയായി മാറി പറഞ്ഞു. അപ്പോൾ ആചാര്യന്മാർക്ക് ഈ ഭാഗവതം വായിച്ച് ആചാര്യനായി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്ന രീതിയിൽ പണ്ടൊക്കെ രാജാക്കന്മാർ ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ അതൊരു വ്യവസ്ഥ കൊണ്ട് ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ പഠിപ്പിക്കാനും തുടങ്ങിയാൽ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. അതൊരു പ്രധാന വിഷയം. പിന്നെ ആചാര്യന്മാരും ഈ യുവാക്കളെയും ആകർഷിക്കുന്ന രീതിയിൽ പ്രഭാഷണം വേണം. കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് പഴയ രീതിയിൽ അങ്ങനെ പറയാൻ പോരാ, കുറച്ച് യുക്തിയുക്തമായിട്ട് പറയുന്നു. വൈദ്യലിംഗേശ്വരമ്മയുടെ സ്മാരകമല്ലേ, അദ്ദേഹത്തെ ഇവിടെ ക്ലാസ് നടത്തുമ്പോൾ
പറഞ്ഞു കേട്ടതാണ്. ബാക്കി ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻസുമൊക്കെ അവരുടെ ക്ലാസ് കട്ട് ചെയ്ത് വൈദ്യലിംഗ ശർമ്മ മാസ്റ്ററുടെ ക്ലാസ് കേൾക്കാൻ ഇവിടെ വരും. അപ്പോൾ ബാക്കി മാസ്റ്ററൊക്കെ പ്രിൻസിപ്പാളോട് പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ആളുകൾ വരണില്ലേ, എല്ലാ കുട്ടികളും ഞങ്ങളുടെ വൈദ്യലിംഗ ശർമ്മ ക്ലാസ്സിലേക്ക് പോകുന്നു. അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞതായി പറയുന്നു, അത് നിങ്ങളുടെ തെറ്റാണ്. അവരുടെ ആകർഷിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പഠിപ്പിക്കുന്ന രീതി ശരിയായിട്ടില്ലേ. അപ്പോൾ അദ്ദേഹത്തോടെ ആയിക്കോളൂ പറഞ്ഞു. അന്ന് വൈദ്യലിംഗ ശർമ്മ അങ്ങനെയാണ് യുവാക്കളെ പോലും ആകർഷിക്കുന്ന രീതിയിൽ. കാരണം കുറച്ച് തമാശയും വേണം. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞാൻ കേട്ടതാണ്. അദ്ദേഹം അത്ര ശുണ്ഠിയെടുക്കാതെ ഏത് തമാശ രീതിയിൽ പറയുന്ന കാര്യം മനസ്സിലാക്കണം. വെറുതെ തമാശ മാത്രമല്ല, ചിരിച്ച് ചിന്തിക്ക വയ്ക്കണം. തമിഴിൽ പറഞ്ഞില്ല പണ്ട്, ഒന്ന് ചിരിപ്പ്, ഒരു ഹാസ്യം പറഞ്ഞാൽ ഹാസ്യയോഗം. അങ്ങനെ തന്നെ രാമകൃഷ്ണ മഠത്തിൽ ഒരു പേജ് വരുന്നുണ്ട്. ഒരു ചിരിച്ച് അതുകൊണ്ട് ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്തിരുന്നു വൈദ്യലിംഗ ശർമ്മ. അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഇരിക്കുമ്പോൾ വിളമ്പുന്ന ആൾ വേഗം നടക്കുമ്പോൾ എന്തായി, അദ്ദേഹത്തിൻ്റെ ഇല ചവിട്ടി പോയി. 2-3 പ്രാവശ്യം ചവിട്ടി. സാധാരണ നമുക്കൊക്കെ ശുണ്ഠി വരും. അദ്ദേഹം പറഞ്ഞു വിളമ്പുന്ന ആളോട്, ഇത് പച്ചടി കറി കൂട്ടാനൊക്കെ ചവിട്ടി, ഒന്നും മാത്രം ബാക്കി ഉപ്പിലിട്ട് അതും കൂടി ചവിട്ടിയാൽ നന്നായി, അതും കൂടി ചവിട്ടിയാൽ നന്നായി പറയുമ്പോഴാണ് ആ വിളമ്പുന്ന ആൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ അത് പറയുന്ന രീതിയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു ആചാര്യത്വം കിട്ടിയാൽ അത് ഇന്ന് വരുന്ന തലമുറയ്ക്ക് അങ്ങനെ അവർക്ക് പറയുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടി നന്നാവും. അതാണ് ആശയം.